ഹായ് ഓൾ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മൊഡ്യൂൾ 2 ഫിസിയോളജിയിലെ ന്യൂട്രീഷന്റെ പാർട്ടിൽ വരുന്ന ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ്, അതുപോലെ തന്നെ റോൾ ഓഫ് ഫൈബേഴ്സ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? പോഷകഘടകങ്ങൾ ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങളും ധാതുക്കളും. ഇവയാണ് നമ്മൾ പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് നമ്മുടെ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും ഫാറ്റിനെയും അതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് ജീവകങ്ങളും ധാതുക്കളും, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഈ ഒരു ഏരിയ ആണ്. പിന്നെ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ റോൾ ഓഫ് ഫൈബേഴ്സിനെ പറ്റിയും ഡിസ്കസ് ചെയ്യും. ഇതോടൊപ്പം തന്നെ നമ്മൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസും ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സും കൂടി ഡിസ്കസ് ചെയ്യും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പോഷക ഘടകങ്ങൾ ഏത് ജീവിവർഗത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അവയുടെ ജീവൻ നിലനിർത്തുന്നതിനും ശരീര വളർച്ചയ്ക്കും ലൈഫ് ആക്ടിവിറ്റീസിനും എനർജി കൊടുക്കാനും ഒക്കെ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവ എടുക്കുന്ന ഭക്ഷണം തന്നെയാണ്. പോഷകങ്ങൾ അടങ്ങിയ പദാർത്ഥത്തെയാണ് നമ്മൾ ആഹാരം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങളാണ് ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ. നമ്മൾ HSA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോന്നിന്റെയും മലയാളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം മലയാളം കൂടി ചേർത്ത് തന്നെ നമ്മൾ പഠിക്കുക. കാർബോഹൈഡ്രേറ്റ് ധാന്യകം, പ്രോട്ടീൻ മാംസ്യം, കൊഴുപ്പ് ഫാറ്റ്, ജീവകങ്ങൾ വൈറ്റമിൻസ് അറിയപ്പെടുന്നത് ജീവകങ്ങൾ എന്നാണ്, മിനറൽസ് ധാതുക്കൾ, ജലം. ഇവയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ. പോഷക ഘടകങ്ങളെ പറ്റിയിട്ടുള്ള പഠനം അറിയപ്പെടുന്നത് ട്രോഫോളജി എന്നാണ്. ട്രോഫോളജി എന്നറിയപ്പെടുന്നത് എന്ത്? പോഷകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി. ദെൻ അടുത്തൊരു കാര്യം, പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ജീവികളുടെ വളർച്ചയ്ക്കും ഊർജ നിർമ്മാണത്തിനും ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇവ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അവയാൽ ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത്, ഈ ധാന്യകം, മാംസ്യം, കൊഴുപ്പ് ഇവ മൂന്നിനെയും കൂടെ നമ്മൾ പറയുന്നത് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ, ജലം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് പഠിക്കേണ്ടത് പോഷകങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ട്രോപ്പോളജി എന്നാണ്. ട്രോഫോളജി എന്നറിയപ്പെടുന്നത് പോഷകങ്ങളെ കുറിച്ചുള്ള പഠനം. ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റിന്റെ ബേസിക് യൂണിറ്റ്, അടിസ്ഥാന ഘടകം എന്നുള്ളത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുലയാണ് C6H12O6. ഇതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. 6 കാർബൺ മോളിക്യൂളും 12 ഹൈഡ്രജൻ മോളിക്യൂളും 6 ഓക്സിജൻ മോളിക്യൂൾസും ചേർന്നിട്ടാണ് ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് പറയാം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയവയാണ് ധാന്യകത്തിന്റെ പ്രധാന മൂലകങ്ങൾ. ദെൻ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ദെൻ ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങൾ: അന്നജം, പഞ്ചസാര, സെല്ലുലോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഇതെല്ലാം ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ദെൻ ധാന്യകത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ അരി, ഗോതമ്പ്, തേൻ, പഞ്ചസാര, തക്കാളി, ക്യാരറ്റ്, അങ്ങനെ ധാന്യകത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ ഇവയാണ്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ ധാന്യങ്ങൾ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവയിൽ അന്നജ രൂപത്തിൽ ധാന്യം, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ധാന്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ധാന്യത്തിന്റെ ബേസിക് യൂണിറ്റ് എന്നുള്ളത്, അടിസ്ഥാന ഘടകം എന്നുള്ളത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുല C6H12O6. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ. ധാന്യകത്തിന്റെ ഘടന അനുസരിച്ച് നമുക്ക് മൂന്നായിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു സിംഗിൾ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് മാത്രമാണുള്ളതെങ്കിൽ നമ്മൾ അതിനെ മോണോസാക്കറൈഡ് എന്നാണ് പറയുന്നത്. മോണോസാക്കറൈഡ്സിന് എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്, ഗാലക്ടോസ്. ഫ്രക്ടോസ് അറിയപ്പെടുന്നത് ഫ്രൂട്ട് ഷുഗർ, നാച്ചുറലി ഫ്രൂട്ട്സിലെല്ലാം കാണപ്പെടുന്ന ഷുഗർ ഫ്രക്ടോസ് ആണ്. ദെൻ റൈബോസിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, റൈബോസ് ഒരു പെൻറ്റോ ഷുഗർ ആണ്, 5 കാർബൺ ഷുഗർ ആണ്. ഒന്നിലധികം 2 ഗ്ലൂക്കോസ് തന്മാത്രകൾ കൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡൈസാക്രൈഡ് എന്നാണ് പറയുന്നത്. ഡൈസാക്രൈഡ് 2 ഗ്ലൂക്കോസ് തന്മാത്രകൾ കൊണ്ടാണ്
ധാന്യകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡൈസാക്കറൈഡ് എന്ന് പറയുന്നു. ഡൈസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് ലാക്ടോസ്, സൂക്രോസ്, മാൾട്ടോസ്. ലാക്ടോസ് മിൽക്ക് ഷുഗർ എന്നാണ് അറിയപ്പെടുന്നത്. ലാക്ടോസ് മിൽക്കിൽ കാണപ്പെടുന്ന ഷുഗർ ലാക്ടോസ് ആണ്. ലാക്ടോസ് മിൽക്ക് ഷുഗർ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ സൂക്രോസ്, സൂക്രോസ് ആണ് നമ്മുടെ ടേബിൾ ഷുഗർ. ടേബിൾ ഷുഗർ സൂക്രോസ് ആണ്. മെയിൻ ആയിട്ട് ഷുഗർ കെയിനിൽ നിന്നും ഷുഗർ ബീറ്റിൽ നിന്നൊക്കെയാണ് സൂക്രോസ് എടുക്കുന്നത്. ദെൻ മാൾട്ടോസ്. ഇവ മൂന്നുമാണ് ഡൈസാക്കറൈഡിന്റെ കോമൺ എക്സാമ്പിൾസ് ആയിട്ട് പറയപ്പെടുന്നത്. ദെൻ പോളിസാക്കറൈഡ്, 10ൽ കൂടുതൽ ഗ്ലൂക്കോസ് തന്മാത്രകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിനെ പോളിസാക്കറൈഡ് എന്നാണ് പറയുന്നത്. പോളിസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് അന്നജം അഥവാ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്. പോളിസാക്കറൈഡ് എക്സാമ്പിൾസ് അന്നജം, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്. ഇതിൽ സെല്ലുലോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിന് വിഘടിപ്പിക്കാൻ, ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ധാന്യകമാണ് സെല്ലുലോസ്. കാരണം എന്താണ്? നമ്മുടെ ബോഡിയിൽ സെല്ലുലേസ് എന്നൊരു എൻസൈം ഇല്ല. കാരണം സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ സെല്ലുലേസ് എന്നൊരു എൻസൈം വേണം. നമ്മുടെ ബോഡിയിൽ അത് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സസ്യകോശങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഇത്രയും പോയിന്റ്സ് ഓർക്കുക. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് ചില പോയിന്റ്സ് കൂടി മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ, സസ്യങ്ങളിൽ എങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? സ്റ്റാർച്ചിന്റെ രൂപത്തിൽ, അന്നജത്തിന്റെ രൂപത്തിലാണ് സസ്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് സംഭരിക്കപ്പെടുന്നത്. ആനിമൽസിൽ ഗ്ലൈക്കോജന്റെ രൂപത്തിൽ, പ്ലാന്റ്സിൽ അന്നജ രൂപത്തിൽ, ജന്തുക്കളിൽ ഗ്ലൈക്കോജന്റെ രൂപത്തിലുമാണ് കാർബോഹൈഡ്രേറ്റ് സംഭരിക്കപ്പെടുന്നത്. നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് മിൽക്ക് ഷുഗർ എന്നറിയപ്പെടുന്നത് ലാക്ടോസ്. അതുപോലെ മറ്റൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യുന്നത് സൂക്രോസ് അറിയപ്പെടുന്നത് ടേബിൾ ഷുഗർ. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസ്. ഇനി നമ്മൾ രണ്ട് ടെസ്റ്റ്, ഗ്ലൂക്കോസ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടെസ്റ്റുകളാണ് ബെനഡിക്ട് ടെസ്റ്റും അയഡിൻ ടെസ്റ്റും. ബെനഡിക്ട് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാനായിട്ടുള്ള ടെസ്റ്റ് ആണ് ബെനഡിക്ട് ടെസ്റ്റ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ആണ് ബെനഡിക്ട് ടെസ്റ്റ്. ബെനഡിക്ട് റിയേജന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെനഡിക്ട് റിയേജന്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഹീറ്റ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇപ്പോൾ ബ്ലൂ കളർ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആബ്സെന്റ് ആണ് എന്നാണ്. ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ ആ കളറിലാണ് ലഭിക്കുന്നതെങ്കിൽ ട്രേസ്, വളരെ ചെറിയ എമൗണ്ടിൽ റെഡ്യൂസിങ് ഷുഗേഴ്സ് പ്രസന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓറഞ്ച്, റെഡ് പ്രസിപ്പിറ്റേഷൻ ആണ് കാണപ്പെടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം മോഡറേറ്റ് എമൗണ്ടിലാണ് അതിൽ ഷുഗർ ഉള്ളതെന്നാണ്. റെഡ് അഥവാ ചുടുകട്ടയുടെ ബ്രിക്ക് റെഡ് കളറിലാണെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ യൂറിനിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ടായിരിക്കും. ജസ്റ്റ് ബെനഡിക്ട് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം ഓർത്തിരിക്കുക. ദെൻ അയഡിൻ ടെസ്റ്റ്, ഫുഡിലൊക്കെ എത്രമാത്രം അന്നജത്തിന്റെ പ്രസൻസ് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് അയഡിൻ ടെസ്റ്റ്. അയഡിൻ ടെസ്റ്റ് അന്നജത്തിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അന്നജം പ്രസന്റ് ആണ് എങ്കിൽ കടുന്നീല നിറമായിരിക്കും ലഭിക്കുക. അയഡിൻ ടെസ്റ്റ് ഫുഡിലെ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ബെനഡിക്ട് ടെസ്റ്റ് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ടുള്ള ടെസ്റ്റ്. ബെനഡിക്ട് ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിക്ക് റെഡ് കളർ ആയിരിക്കും. അയഡിൻ ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുന്നീല നിറമായിരിക്കും. കാർബോഹൈഡ്രേറ്റിന്റെ ഡയജഷൻ, വിഘടനം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ്ലി ഓർക്കേണ്ട പോയിന്റ് ഇതാണ്: കാർബോഹൈഡ്രേറ്റിന്റെ ഡയജഷൻ ആരംഭിക്കുന്നത് വായിൽ വെച്ചിട്ടാണ്. കാർബോഹൈഡ്രേറ്റിന്റെ ഡയജഷൻ ആരംഭിക്കുന്നത് വായിൽ വെച്ചിട്ടാണ്. വായിൽ വെച്ച് അന്നജം ഭാഗികമായി മാൾട്ടോസ് ആയിട്ട് മാറ്റപ്പെടുന്നു. അന്നജം എന്നുള്ളത് ഒരു പോളിസാക്കറൈഡ് ആണ്. പോളിസാക്കറൈഡ് ആയിട്ടുള്ള അന്നജം ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്ത് മാൾട്ടോസ് ആയിട്ട് മാറുന്നു. മാൾട്ടോസ് ഒരു ഡൈസാക്കറൈഡ് ആണ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ആണ് ഡയലിൻ അല്ലെങ്കിൽ സലേവറി അമൈലേസ് എന്ന് അറിയപ്പെടുന്നത്. ഓർക്കുക, അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ആണ് സലേവറി അമൈലേസ്. സലേവറി അമൈലേസ് വായിലാണ് കാണപ്പെടുന്നത്. ദെൻ തുടർന്ന് ഈ ഒരു മാൾട്ടോസ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് എത്തുന്നു. അവിടെ പാൻക്രിയാറ്റിക് അമൈലേസിന്റെ സഹായത്തോടെ അന്നജത്തെ പൂർണ്ണമായിട്ടും മാൾട്ടോസ് ആക്കി മാറ്റുന്നു. മാൾട്ടോസിനെ പിന്നീട് ഗ്ലൂക്കോസ് ആക്കിയാണ് മാറ്റേണ്ടത്. മാൾട്ടോസ് ഒരു ഡൈസാക്കറൈഡ് ആണ്, ഗ്ലൂക്കോസ് ഒരു മോണോസാക്കറൈഡ് ആണ്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കാൻ സഹായിക്കുന്ന എൻസൈം ആണ് മാൾട്ടേസ്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കാൻ സഹായിക്കുന്ന എൻസൈം ആണ് മാൾട്ടേസ്. തുടർന്ന് ഈ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. ഈ ഒരു ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണെന്നുള്ള പോയിന്റ് ഓർക്കുക. ദെൻ ചെറുകുടലിൽ വെച്ച് നമുക്കറിയാം, നമ്മുടെ ചെറുകുടലിന്റെ
ഇന്നർ സൈഡിലായിട്ട് സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, വിരൽ പോലുള്ള ചില പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്. അതിനെയാണ് വില്ലസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആ ഒരു വില്ലസിലൂടെയാണ് ഈ ഒരു ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ ബ്ലഡിലേക്ക് നടക്കുന്നത്. രണ്ട് പ്രോസസ്സ് വഴിയാണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഈ രണ്ട് പ്രോസസ്സുകളിലൂടെയാണ് ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ലാക്ടോസിന്റെ ഡൈജഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലാക്ടേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെയാണ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ദെൻ സൂക്രോസിന്റെ കാര്യം പറയുമ്പോൾ സൂക്രൈസ് എന്ന എൻസൈമിന്റെ ഹെൽപ്പോട് കൂടി ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്, തുടർന്ന് ഈ ഒരു ഗ്ലൂക്കോസ് ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാവുന്നത് വില്ലസിന്റെ സഹായത്തോടു കൂടിയാണെന്ന് ഓർക്കുക. രണ്ട് പ്രോസസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും വഴിയാണ് ഈ ഒരു ആഗിരണം, രക്തത്തിലേക്കുള്ള ആഗിരണം നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ റിലേറ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക. അടുത്ത പോഷക ഘടകമാണ് മാംസ്യം അഥവാ പ്രോട്ടീൻ. ശരീരത്തിന്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമാകുന്ന പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ബോഡി ബിൽഡേഴ്സ് എന്ന അപരനാമത്തിലാണ് പ്രോട്ടീൻസ് അറിയപ്പെടുന്നത്. പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ബോഡി ബിൽഡേഴ്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പോഷക ഘടകമാണ് പ്രോട്ടീനുകൾ. ദെൻ ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ, കാർബോഹൈഡ്രേറ്റിന്റെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നു. പ്രോട്ടീനിലെ പ്രധാന ഘടകം, ബേസിക് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ എന്നുള്ളത് അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സ് ആണ് ജോയിൻ ചെയ്ത് പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത്. ദെൻ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആണ്. ദെൻ പ്രോട്ടീനുകൾ അറിയപ്പെടുന്നത് ശരീരത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നാണ്. ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്? മാംസ്യം ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമാകുന്ന ആഹാര ഘടകമാണ്. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നു. പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നു. പ്രധാന ഘടകം അമിനോ ആസിഡ് ആണ്. ഇതാണ് പ്രോട്ടീൻ സംബന്ധിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റ്സ് കൂടി ആഡ് ചെയ്യുന്നു. മാംസ്യ സംരംഭകർ അല്ലെങ്കിൽ മാംസ്യ ചെപ്പുകൾ എന്നറിയപ്പെടുന്നത് പയറുവർഗ്ഗമാണ്. നമുക്കറിയാം, സോയാബീൻ പോലുള്ള പയറുകളിൽ റിച്ച് ആയിട്ട് പ്രോട്ടീൻ പ്രസന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു കാര്യമാണ്. മാംസ്യ ചെപ്പുകൾ എന്നാണ് പയറുവർഗ്ഗം അറിയപ്പെടുന്നത്. പാലിലുള്ള പ്രധാന പ്രോട്ടീനാണ് കേസിൻ. അതുപോലെ പാലിന് വെളുത്ത നിറം നൽകുന്നത് കേസിൻ എന്ന പ്രോട്ടീനാണ്. കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കെരാറ്റിൻ. കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കെരാറ്റിൻ. കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഒവാൽബുമിൻ. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാംസ്യ ചെപ്പുകൾ എന്നറിയപ്പെടുന്നത് പയറുവർഗ്ഗം, പാലിലുള്ള പ്രധാന പ്രോട്ടീൻ കേസിൻ, കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ, കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഒവാൽബുമിൻ. നമ്മുടെ ശരീരത്തിലെ പ്രധാന ധർമ്മങ്ങൾ വഹിക്കുന്ന പ്രോട്ടീൻസിനെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ്ലി, രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് അഥവാ പ്ലാസ്മ പ്രോട്ടീൻ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസും അവയുടെ ഫംഗ്ഷൻസും നമുക്ക് മനസ്സിലാക്കാം. ആൽബുമിൻ പ്രോട്ടീന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ദെൻ ഗ്ലോബുലിൻ പ്രോട്ടീന്റെ ഫംഗ്ഷൻ പ്രതിരോധന ശേഷി നൽകുക, ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഫൈബ്രിനോജൻ രക്തം ക്ലോട്ട് ചെയ്യാനായിട്ട്, കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. സോ പഠിക്കുക, രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അവയുടെ ഫംഗ്ഷൻ: ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു, ഗ്ലോബുലിൻ പ്രതിരോധശേഷി നൽകുന്നു, ഫൈബ്രിനോജൻ രക്തം സഹായിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പേശി കോശങ്ങളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ, ആക്ടിൻ ആൻഡ് മയോസിൻ. പേശി കോശങ്ങളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ് ആക്ടിൻ ആൻഡ് മയോസിൻ. അസ്ഥികളിൽ കാണുന്ന പ്രോട്ടീൻ 1 കൊളാജൻ, ടൈപ്പ് 1 കൊളാജൻ. മുറിവ് ഉണക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനും കൊളാജൻ പ്രോട്ടീനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീനും കൊളാജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ കൊളാജൻ ആണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലാൻ വേൾഡില്, സസ്യലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന പ്രോട്ടീൻ ആണ് റുബിസ്കോ, റൈബോസ് 15 ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ്. ഇതാണ് പ്ലാന്റ് വേൾഡില്, സസ്യലോകത്തില് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തില് കൊളാജൻ, സസ്യലോകത്തില് റുബിസ്കോ. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, പ്രോട്ടീനിന്റെ ലഭ്യത കുറവ്, അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ.
ഫസ്റ്റ്ലി ക്വാഷിയോർക്കർ. പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുവിരിക്കും. നീർക്കെട്ട് ബാധിച്ച നീര് വെച്ച കാലുകളും ഇവരിൽ കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ സിംറ്റംസ് ചോദിച്ചിട്ട് അത് ഏത് രോഗമാണ് എന്ന രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അടുത്തതാണ് മരാസ്മസ്. മരാസ്മസ് മാംസ്യത്തിന്റെ കുറവ് മൂലം കുട്ടികളിൽ പേശികൾക്ക് ശോഷണവും വരണ്ട ചർമ്മവും ഉണ്ടാക്കുന്ന രോഗമാണ് മരാസ്മസ്. ഈ രണ്ട് രോഗങ്ങളും പ്രോട്ടീന്റെ അഭാവത്തിലാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കൊഴുപ്പ്, ഫാറ്റിനെ പറ്റിയാണ്. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമായിട്ടുള്ള ഒന്നാണ് കൊഴുപ്പ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് കൊഴുപ്പ് ആവശ്യമാണ്. കാരണം ചില വൈറ്റമിൻസ് ഒക്കെ കൊഴുപ്പിൽ മാത്രമാണ് ഡൈജസ്റ്റ് ആവുകയുള്ളൂ. ഏറ്റവും കൂടുതൽ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു പോഷക ഘടകമാണ് കൊഴുപ്പ്. കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്നീ മൂലകങ്ങളാണ് കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്നത്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചേർന്ന് ട്രൈഗ്ലിസറൈഡ് ആവുന്നു. ട്രൈഗ്ലിസറൈഡുകളാണ് കൊഴുപ്പിന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ളത്. മാംസ്യം, മിൽക്ക്, മത്സ്യങ്ങള്, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങള്, മുട്ട, വിവിധതരം എണ്ണകള്, അതായത് ഓയിൽ സീഡുകള്, പരിപ്പുകള്, ഇതിലൊക്കെ ധാരാളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. വിവിധതരം എണ്ണകള്, നെയ്യൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പുകൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ ശരീരത്തിൽ അധികമുള്ള കൊഴുപ്പ് സംഭരിക്കപ്പെടുന്നത്, സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ ത്വക്കിലും അസ്ഥിയിലും മജ്ജയിലും വൃക്കയിലും ഒക്കെയാണ്. പ്രധാനമായിട്ടും നമ്മുടെ ത്വക്കിനടിയിൽ അഡിപ്പോസ് ടിഷ്യൂവിലാണ് കൂടുതലായും കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്നത്. ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമായിട്ടുള്ള ഒരു പോഷക ഘടകമാണ് കൊഴുപ്പ്. ഈ ഒരു കൊഴുപ്പിന്റെ അളവ് കൂടുന്നത് പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. അത്തരത്തിൽ രോഗങ്ങളിൽ പെടുത്തുന്നതാണ് ഒബീസിറ്റി. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ നമ്മൾ ഒബീസിറ്റിയെ പറ്റി കാണും. അതുപോലെ തന്നെ ഫാറ്റി ലിവർ. മറ്റൊരെണ്ണമാണ് ആർത്രോസ്ക്ലീറോസിസ്. കൊഴുപ്പ് നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി നമ്മുടെ രക്തക്കുഴലിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ആർത്രോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഒരു പോയിന്റ് പോലും ഒഴിവാക്കാനില്ലാതെ ഈ ഒരു പോഷക ഘടകങ്ങൾ എന്നുള്ള ടോപ്പിക്കിന് കീഴിൽ നമ്മൾ മുഴുവനും പഠിച്ചു വെക്കേണ്ട ഫസ്റ്റ് ഏരിയ ആണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്. വൈറ്റമിൻസ് ആദ്യമായി കണ്ടെത്തിയത് FG ഹോപ്കിൻസ് ആണ്. FG ഹോപ്കിൻസ് ആണ് ജീവകങ്ങളെ ആദ്യമായി കണ്ടെത്തിയത്. ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് കാസിമർ ഫങ്ക് ആണ്. കാസിമർ ഫങ്ക് ജീവകങ്ങൾ വൈറ്റമിൻസ് എന്നുള്ള പേര് ആദ്യമായിട്ട് ഉപയോഗിച്ചത് കാസിമർ ഫങ്ക് ആണ്. ദെൻ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. രണ്ട് ടൈപ്പ് ജീവകങ്ങളാണ്, വാട്ടർ സോലുബിളും ഫാറ്റ് സോലുബിളും. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ജീവകങ്ങളാണ് വൈറ്റമിൻ ബി, വൈറ്റമിൻ സി. ദെൻ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ A, D, E, K. വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ കൊഴുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, കൊഴുപ്പ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. കാരണം ചില വൈറ്റമിൻസ് ഒക്കെ ഫാറ്റിലാണ് ഡൈജസ്റ്റ് ആവുന്നത്, കൊഴുപ്പിലാണ് ലയിക്കുന്നത്. അതുപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾക്ക് എക്സാമ്പിൾ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി. അതിന്റെ കാരണം കൊണ്ടാണ് ചില വെജിറ്റബിൾസ് ഒക്കെ കഴുകുമ്പോൾ വൈറ്റമിൻ സി ജലത്തിൽ ലയിക്കുന്ന ജീവകമാണ്. അതുകൊണ്ട് കഴുകുമ്പോൾ നഷ്ടപ്പെടും. ചില വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴുകുമ്പോൾ അതിനകത്തു നിന്നുള്ള വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നു. അതിന് കാരണം ജലത്തിൽ ലയിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ സി. നമുക്ക് ഓരോ വൈറ്റമിൻസിന്റെയും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കുറച്ച് പോയിന്റ്സ് കൂടി ഡിസ്കസ് ചെയ്ത് ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകാം, ഈ ഒരു ഏരിയ മുന്നോട്ട് പോകാം. വൈറ്റമിൻ എ. വൈറ്റമിൻ എയെ സംബന്ധിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ പോയിന്റ്സുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടില്ല. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഇലക്കറികളിൽ, ലീഫി വെജിറ്റബിൾസിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമുള്ള വൈറ്റമിനും വൈറ്റമിൻ എ ആണ്. പ്രോവിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റാ കരോട്ടിൻ ആണെന്നുള്ള പോയിന്റ് ഈ കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ജീവകം എയുടെ ശാസ്ത്രനാമം റെറ്റിനോൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജീവകം എയുടെ ശാസ്ത്രനാമം റെറ്റിനോൾ. ഓരോ ജീവകങ്ങളുടെയും ശാസ്ത്രനാമവും അത് കാരണം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും ഒരു ടേബിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. വൈറ്റമിൻ ബിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം കൊബാൾട്ട് ആണ്. തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ജീവകമാണ് ജീവകം ബി. ദെൻ ജീവകം സിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലി നിർമ്മിച്ച ആദ്യത്തെ ജീവകം സി ആണ്. ജീവകം സിയുടെ അഭാവത്തിൽ, ഡെഫിഷ്യൻസിയിൽ കാണുന്ന രോഗമാണ് സ്കർവി. രോഗപ്രതിരോധന ശേഷി കൂട്ടുന്നതിൽ
വൈറ്റമിൻ സിക്ക് റോളുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ സി. ദെൻ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ്. അതുപോലെ അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകമാണ്. അതിന്റെ ശാസ്ത്രനാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. ദെൻ മറ്റൊരു പോയിന്റ്, വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ ഡി നമ്മുടെ ത്വക്കിലെ കൊളസ്ട്രോളിൽ നിന്ന് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ഒരു ജീവകമാണ്. ദെൻ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ്. സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ശാസ്ത്രനാമം, ജീവകം ഡിയുടെ ശാസ്ത്രനാമം കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ ഹോർമോൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ആണ്. ശാസ്ത്രനാമം ടോക്കോഫെറോൾ. ജീവകം കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം എന്നാണ് ജീവകം കെ അറിയപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി ഫൈബ്രിനോജൻ രക്തം ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്രോട്ടീൻ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പൊ അതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ശാസ്ത്രനാമം ഫൈലോക്കിനോൺ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണിത്. നമ്മുടെ നോട്ട് യൂസ് ചെയ്ത് കംപ്ലീറ്റും പഠിച്ചു വെക്കുക. ഡെഫിഷ്യൻസി രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ. ജീവകം എ ശാസ്ത്രനാമം റെറ്റിനോൾ. ഡെഫിഷ്യൻസി ഡിസീസ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ് ആൻഡ് സിറോഫ്താൽമിയ. ജീവകം B1 തയാമിൻ ബെറിബെറി. ജീവകം B2 റൈബോഫ്ലാവിൻ ത്വക്ക് വിണ്ടുകീറൽ. ജീവകം B3 നിയാസിൻ പെല്ലഗ്ര. B5 പാത്തോതെനിക് ആസിഡ്. പാത്തോതെനിക് ആസിഡ് ഓൾമോസ്റ്റ് മിക്ക ഫുഡ് ഐറ്റത്തിലും വൈറ്റമിൻ B5 പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് കാരണം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസുകളും കുറവാണ്. ദെൻ B6 ജീവകം B6 പെരിഡോക്സിൻ അനീമിയ. ജീവകം B7 ബയോട്ടിൻ നാഡീ തകരാറുകളാണ്. ജീവകം B9 ഫോളിക് ആസിഡ് അനീമിയ ജനന വൈകല്യങ്ങൾ. ദെൻ ജീവകം B12 കൊബാലമിൻ എന്നറിയപ്പെടുന്നു. ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് പെർനീഷ്യസ് അനീമിയ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ജീവകം B12ന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന രോഗം പെർനീഷ്യസ് അനീമിയ. ജീവകം സി ശാസ്ത്രനാമം അസ്കോർബിക് ആസിഡ് സ്കർവി മോണയിലെ വീക്കം. ജീവകം ഡി കാൽസിഫിറോൾ റിക്കറ്റ്സ് ഡെഫിഷ്യൻസി ഡിസീസ് റിക്കറ്റ്സ്. മുട്ടിന് താഴോട്ട് നമ്മുടെ കാലുകൾ വളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് റിക്കറ്റ്സ് എന്നുള്ളത്. ദെൻ ജീവകം ഇ ടോക്കോഫെറോൾ വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി. ജീവകം കെ ഫെലോക്കിനോൺ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറ്റമിൻസും അവയുടെ ശാസ്ത്രനാമവും ഡെഫിഷ്യൻസി ഡിസീസസും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. സമയമെടുത്ത് തന്നെ ഈ ഒരു ടേബിൾ പഠിക്കുക. വൈറ്റമിൻസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ധാതുക്കൾ. നമ്മുടെ ശരീരത്തിന് എത്രമാത്രം എമൗണ്ടിൽ ഓരോ മിനറൽസും വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കൂടിയ അളവിൽ ശരീരത്തിന് ആവശ്യമായവയും കുറഞ്ഞ അളവിൽ ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ. കൂടിയ അളവിൽ വേണ്ടത് കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ക്ലോറൈഡ്, സൾഫർ. കുറഞ്ഞ അളവിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇരുമ്പ്, സിങ്ക്, കോപ്പർ, അയഡിൻ, സെലീനിയം, ക്രോമിയം, മാംഗനസ്, മോളിബിഡിനം, ഫ്ലൂറിൻ. ഇവയാണ് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയ ചില കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ ധാതുക്കളെ സംബന്ധിച്ചും. അത് നമുക്ക് നോക്കാം. കാൽസ്യം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട, വലിയ എമൗണ്ടിൽ വേണ്ട ഒരു ധാതുവാണ്. അപ്പോൾ കാൽസ്യത്തിന്റെ സോഴ്സ് പാലുൽപ്പന്നങ്ങൾ, മത്സ്യം. അസ്ഥികൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിനും അവയുടെ നിർമ്മാണത്തിനും ഒക്കെ കാൽസ്യം ആവശ്യമാണ്. കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ടെറ്റനി, ഓസ്റ്റിയോഫോറോസിസ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. കാൽസ്യത്തിന്റെ അഭാവം മൂലം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസസ് ആണ് ടെറ്റനി ആൻഡ് ഓസ്റ്റിയോഫോറോസിസ്. ഫോസ്ഫറസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അസ്ഥികൾക്കും പല്ലുകൾക്കും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ DNA യിലും RNA യിലൊക്കെ കാണുന്നത് ഫോസ്ഫറസ് ആണ്.
ഫോസ്ഫറസ് ആണ്. ദെൻ സോഡിയം കറിയുപ്പിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രധാനമായും ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ആവേഗങ്ങളുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നു. പൊട്ടാസ്യം പേശികളിലേക്ക് രക്തം എത്തിക്കാൻ സഹായിക്കുന്നു. പ്രധാനപ്പെട്ട സോഴ്സുകൾ കരിക്കിൻ വെള്ളം, പാല്, മാംസം, പഴവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഇവയാണ് പൊട്ടാസ്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സുകൾ. സന്ധിവാതത്തിന് കാരണമാകുന്നത് പൊട്ടാസ്യത്തിന്റെ അഭാവമാണ്. അയഡിൻ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് അയഡിൻ ആവശ്യമാണ്. അയഡിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് സമുദ്ര വിഭവങ്ങളും അയഡിൻ സോൾട്ടുമാണ്. ദെൻ ഫ്ലൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ പല്ലിന്റെ ഇനാമലിന്റെ ശരിയായ ആരോഗ്യത്തിന് ഫ്ലൂറിൻ നീഡഡ് ആണ്. അതുകൊണ്ടാണ് ടൂത്ത് പേസ്റ്റുകളിലൊക്കെ ഫ്ലൂറിൻ പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുവാണ്. രക്തത്തിലെ ഇരുമ്പിന്റെ അളവ് കൂടുന്ന രോഗാവസ്ഥയാണ് സിഡറോസിസ്. സിഡറോസിസ് പൾമിനറി സിഡറോസിസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഫൈൻ അയൺ അല്ലെങ്കിൽ റസ്റ്റ് പാർട്ടിക്കിൾ അതിന്റെ റെസ്റ്റുകൾ അയണിന്റെ തുരുമ്പൊക്കെ ശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന രോഗമാണ് പൾമിനറി സിഡറോസിസ്. നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈബേഴ്സ്, നാരുകളുടെ പ്രാധാന്യം. നാരുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സസ്യങ്ങളുടെ കോശഭിത്തിയിൽ കാണുന്ന പോളിസാക്രൈഡുകളും അതുപോലെ തന്നെ ലിഗ്നിൻസും ഒക്കെയാണ് ഫൈബേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് ഫൈബേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സെല്ലുലോസും ഹെമി സെല്ലുലോസ് ഒക്കെയാണ്. സസ്യാഹാരത്തിലൂടെയാണ് നമുക്ക് നാരുകൾ ലഭിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഈ ഒരു നാരുകളെ ദഹിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമുക്ക് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് നമുക്കില്ല. സെല്ലുലേസ് എൻസൈമാണ് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ അത് ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു നാരുകള് പോഷക ഘടകം പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് തരാനില്ല. പോഷക ഘടകങ്ങൾ ഒന്നും തന്നെ നമുക്ക് നൽകുന്നില്ല. എങ്കിലും ഇവയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മുടെ വിസർജ്യ വസ്തുക്കളുടെ വൻകുടലിലൂടെയുള്ള മൂവ്മെന്റിനെ സുഗമമാക്കുക എന്നുള്ളതാണ്. ദെൻ തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയിൽ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ക്ലാസ് കേട്ട് വിടുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നോട്ട് തയ്യാറാക്കി പഠിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു ഏരിയയുടെ ഇമ്പോർട്ടൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രീവിയസ് ഇയറിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം. ഓപ്ഷൻസ് വൈറ്റമിൻ B1ന്റെ കുറവ്, അസ്കോർബിക് ആസിഡിന്റെ കുറവ്, റൈബോഫ്ലാവിന്റെ കുറവ്, വൈറ്റമിൻ B12ന്റെ കുറവ്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പഠിച്ചു വെക്കുക. നമ്മളൊരു ടേബിൾ ഓൾറെഡി പഠിച്ചു. ആ ഒരു ടേബിൾ റിലേറ്റഡ് ആയിട്ട് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആ ഒരു ടേബിൾ മനസ്സിൽ കൊണ്ടുവന്ന് ആ ടേബിളിലെ കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ദെൻ പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം. വൈറ്റമിൻ B1 നമ്മൾ പഠിച്ചു. ഏതാണ് വൈറ്റമിൻ B1? വൈറ്റമിൻ B1 എന്നുള്ളത് തയാമിൻ ആണ്. തയാമിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബെറി. സോ നമുക്ക് ഓപ്ഷൻ എ ഡിലീറ്റ് ചെയ്യാം. അതല്ല നമ്മുടെ ആൻസർ. ദെൻ ഓപ്ഷൻ ബി, അസ്കോർബിക് ആസിഡിന്റെ കുറവ്. അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് ജീവകം സി ആണ്, വൈറ്റമിൻ സി ആണ്. അസ്കോർബിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് സ്കർവി. സോ ഓപ്ഷൻ ബിയും അല്ല നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഓപ്ഷൻ സി, റൈബോഫ്ലാവിന്റെ കുറവ്. റൈബോഫ്ലാവിൻ അത് വൈറ്റമിൻ B2 ആണ് റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നത്. അത് ത്വക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗങ്ങളാണ് വരുന്നത്. ദെൻ പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം വൈറ്റമിൻ B12ന്റെ കുറവാണ്. വൈറ്റമിൻ B12 അറിയപ്പെടുന്നത് കൊബാലമിൻ എന്നാണ് വൈറ്റമിൻ B12 അറിയപ്പെടുന്നത്. വൈറ്റമിൻ B12ന്റെ കുറവാണ് പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനും വൈറ്റമിൻ റിലേറ്റഡ് ആയിട്ടാണ്. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വൈറ്റമിൻ. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ. നമ്മൾ ഓൾറെഡി ഫൈബ്രിനോജൻ രക്തകട്ട പിടിക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ഫൈബ്രിനോജനോടൊപ്പം വൈറ്റമിൻ കെ, ഓപ്ഷൻ ഡി, വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചില രോഗത്തിന്റെ സിംറ്റംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളുടെ ബേസിൽ നമ്മൾ ആ രോഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്, ആ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ, നീർക്കെട്ട് ബാധിച്ച കാലുകൾ എന്നിവ ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? മരാസ്മസ്, കാഷിയോർക്കർ, റിക്കറ്റ്സ്, ഡൗൺ സിൻഡ്രോം. നമ്മൾ ഇതിനകത്ത് ഡൗൺ സിൻഡ്രോം ഇതിൽ പെടുന്നതല്ല. ദെൻ നമുക്ക് മനസ്സിലാക്കാം മരാസ്മസിന്റെ സിംറ്റംസ് ഇതൊന്നും അല്ല.
റിക്കറ്റ്സ് നമ്മൾ പറഞ്ഞു കാലുകൾ വളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. കാഷ്യോക്കർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന കാഷ്യോക്കർ ആണ് ഈ ഒരു സിംറ്റംസ് കാണിക്കുന്ന രോഗം. ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ, നീർക്കെട്ട് ബാധിച്ച നീരുള്ള കാലുകൾ, ഇവ ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? ഓപ്ഷൻ ബി ക്വാഷിയോർക്കർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.